1. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ +1 സ്റ്റുഡൻസിൻ്റെ 4th ചാപ്റ്ററായ ബിസിനസ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അതിൻ്റെ കൂടെ ഇത് മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോകണം എന്നുള്ളൊരു റിമൈൻഡറിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ബെനിഫിറ്റ്സ് ഓഫ് ബാങ്കിങ്ങിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയൊക്കെ പോയാലും 4 മാർക്കിന് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നിങ്ങളത് പഠിച്ചിട്ട് പോകുക. നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊമോട്ട്സ് ട്രാൻസ്പെറൻസി ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ എന്തൊക്കെ ട്രാൻസാക്ഷൻ നടത്തിയാലും ട്രാൻസ്പെറൻ്റ് ആണ്. ആർക്ക് കൊടുത്തു, എത്ര കൊടുത്തു എന്ന കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. 24 hours 365 days ഇത് വർക്കിംഗ് ആണ് അല്ലേ. ഇലക്ട്രോണിക് ആയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ടും ഹ്യൂമൻ ആയിട്ടുള്ള പ്രസൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും എന്താണ് അത് 24/7 അതായത് 365 days 24 hours ഇത് വർക്കിംഗ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. കസ്റ്റമേഴ്സ് ക്യാൻ മേക്ക് സം ഓഫ് ദ പെർമിറ്റഡ് ട്രാൻസാക്ഷൻ ഫ്രം ഓഫീസ് ഓർ ഹൗസ് ഓർ വൈൽ ട്രാവലിംഗ് വയ മൊബൈൽ ഫോൺസ് അല്ലെങ്കിൽ ടെലിഫോൺസ് അല്ലേ. ഇപ്പം നമുക്ക് ഇൻ്റർനെറ്റ് യൂസേജ് ഒക്കെ കൂടുതലാണ് അല്ലേ. ഇപ്പം നമ്മുടെ ഫോണിൽ ഡേറ്റ ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഫോണിൽ ഇതിൻ്റെ ആപ്പുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ആപ്പുകളുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യാം. എവിടെ ഇരുന്നാണെങ്കിലും, വീട്ടിലിരുന്നാണെങ്കിലും ഓഫീസിൽ ഇരുന്നാണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുവാണെങ്കിലും നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തൊരു ബെനിഫിറ്റ് ആണ് സെൻസ് ഓഫ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ബൈ റെക്കോർഡിങ് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ. സാധനങ്ങളെല്ലാം ഓൾറെഡി റെക്കോർഡഡ് ആയിരിക്കും. കാരണം എന്താണ്, നമ്മൾ ഓൺലൈൻ വഴി ചെയ്യുന്നതുകൊണ്ട് ആർക്ക് എത്ര രൂപ ഏത് സമയത്ത് ഏത് ബാങ്കിലൂടെ ട്രാൻസ്ഫർ ചെയ്തു എന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ലെസ് റിസ്ക് ആൻഡ് ഗ്രേറ്റർ സെക്യൂരിറ്റി എന്നാണ് പറയുന്നത്. റിസ്ക് വളരെ കുറവാണ്. കാരണം കയ്യിൽ ഇൻ ഹാൻഡ് നമ്മൾ ക്യാഷ് വെക്കുവാണെങ്കിൽ നമുക്ക് വരുന്ന ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഫിയർ ആണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവോ അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതാവുമല്ലോ എന്നുള്ളൊരു ഫിയർ ആണ് നമുക്കുള്ളത് അല്ലേ. പക്ഷേ ഈ ഒരു ട്രാൻസാക്ഷനിലൂടെ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒക്കെ എപ്പോഴും നമ്മുടെ കയ്യിൽ ഫോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് മണിലെസ് ആയിട്ട് അല്ലെങ്കിൽ ക്യാഷ്ലെസ് ആയിട്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് അതൊരു ലെസ് റിസ്ക് ആണെന്നുമാണ് ഇവിടെ പറയുന്നത്. ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ പൈസയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ വെക്കണം അല്ലെങ്കിൽ അതെങ്ങനെ സേഫ് ആക്കി വെക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ കാണും. പക്ഷേ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ ഈ ഒരു ഈ ആപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസാക്ഷൻസ് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. എനി PC കണക്റ്റഡ് ടു എ മോഡം ആൻഡ് ടെലിഫോൺ ഹാവിംഗ് എൻ ഇൻ്റർനെറ്റ് കണക്ഷൻ ക്യാൻ പ്രൊവൈഡ് ക്യാഷ് വിത്ഡ്രോവൽ അല്ലേ. നമ്മുടെ ഫോണിൽ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ PCയോ അല്ലെങ്കിൽ അതുപോലത്തെ മൊബൈൽ ഫോൺസോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് 4 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ഒരു ചെറിയ കോഡായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. ഈ ബാങ്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ചോദിക്കുമ്പോൾ കോഡ് എന്ന് പറയുന്നത് ക്യാഷ് ആണ്. ഇതാണ് ക്യാഷ്. നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് നിങ്ങൾ ക്യാഷ് എന്നൊക്കെ പറയുന്ന സാധനം എപ്പോഴും ഓർത്ത് വെക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ ക്യാഷ് എന്ന് ഓർത്ത് വെക്കുക. C എന്ന് പറയുന്നത് കൺവീനിയൻസ് അല്ലെ, നമുക്ക് എളുപ്പമാണ്, ഇത് ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്, അത്ര റിസ്ക്കോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വരുന്നതാണ് അവൈലബിലിറ്റി. 24 മണിക്കൂറും 24/7 നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പം C നമ്മൾ കൺവീനിയൻസ് പഠിച്ചു, A എന്ന് പറയുന്ന അവൈലബിലിറ്റി പഠിച്ചു, S എന്ന് പറയുന്നത് സ്പീഡാണ്. പെട്ടെന്ന് നമ്മുടെ പിന്നൊന്ന് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പൈസ മറ്റൊരാളുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ആകുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് വളരെ സ്പീഡായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഹസൽ ഫ്രീ, വലിയ റിസ്ക്കോ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ ട്രാൻസാക്ഷൻസ് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു ക്യാഷ് എന്ന് പറയുന്ന കോഡിലൂടെ നമ്മൾ ഈ ബാങ്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പം ആരും മറക്കരുത്, ഇതറിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് ഇതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോവുക. 4 മാർക്സിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം ഇതുപോലെ കുറച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.